റേറ്റ് മാനേജ്മെന്റിന് ഒരു വിജയം തന്നെയാണ്. അപ്പോൾ അതേസമയം ഒരു കാര്യം ശ്രദ്ധിക്കണം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡൻസ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും 4% ആണ്. എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ് 4% ക്ലോസ് ചെയ്താൽ മതി. ആ 4% തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്റ് +2 ഓർ -2 വരെ ആകാം. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഫർദർ ആയിട്ടുള്ള ഒരു റേറ്റ് കട്ടിന് ഒരു ആവശ്യവും ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. അതേസമയം റേറ്റ് കട്ട് വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്ന മറ്റു ചില ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇൻഫ്ലേഷന്റെ ഒരു സാഹചര്യത്തിലേക്ക് മാത്രം നമ്മുടെ ചർച്ച ഒതുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ആയിട്ടുള്ള റേറ്റ് കട്ടിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമല്ല ഇൻഫ്ലേഷൻ റേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിലുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുൻപിൽ ഉള്ള നമ്പർ. അപ്പോൾ അത് GDP-യിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ടാം പാദത്തിലെ ഒരു GDP കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 7% എന്നൊരു നിരക്കിലായിരുന്നു നമ്മളൊരു അനുമാനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പരിശോധിക്കുകയാണെങ്കിൽ 8.2%, അതായത് പ്രതീക്ഷകൾക്ക് മുകളിൽ പോയിരുന്ന ഒരു GDP കണക്കായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഒരു ഗ്രോത്ത് സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു സാധ്യതയുണ്ടോ? അതിൻ്റെ ഒരു ഉപചോദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഒന്നുകൂടി ഒരു റേറ്റ് കട്ട് നടത്തിക്കൊണ്ട് കൂടുതലായിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതായത് ഒരു പ്രോ ഗ്രോത്ത് സ്റ്റാൻസ് റിസർവ് ബാങ്ക് സ്വീകരിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നമുക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു GDP ഗ്രോത്ത് റേറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അത് നമുക്കറിയാം. റിസർവ് ബാങ്കിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് മാത്രമല്ല. റിസർവ് ബാങ്കിന്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി മാനേജ്മെന്റും അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ, റിസർവ് ബാങ്കിന്റെ ആകമാനമല്ല, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് അവർ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫ്ലേഷൻ മാനേജ്മെന്റ്, മറ്റൊന്ന് ലിക്വിഡിറ്റി മാനേജ്മെന്റ്. തീർച്ചയായിട്ടും രാജ്യത്തിന്റെ ഗ്രോത്ത് റേറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പരിഗണനയിൽ വരുന്ന ഒരു വെയിറ്റേജ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇൻഫ്ലേഷന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ കമ്പല്ലിംഗ് ആയിട്ടൊരു സിറ്റുവേഷൻ ഇപ്പോൾ റേറ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഇല്ല, ഇപ്പോൾ ആ സാഹചര്യം ഇല്ല. ഇനി നമുക്ക് ഗ്രോത്ത് റേറ്റിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റിയും അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രോത്ത് റേറ്റ് 7.3% ആയിരുന്നു, 7.3%. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അവസാനത്തെ നമ്പർ വെച്ച് നോക്കുമ്പോൾ GDP ഗ്രോത്ത് 8.2% വന്ന് നിൽക്കുകയാണ്. അപ്പം ഒറിജിനൽ എസ്റ്റിമേറ്റിനേക്കാൾ ഉയർന്ന, ഏകദേശം 100 ബേസിസ് പോയിന്റോളം ഉയർന്നു നിൽക്കുന്ന ഒരു GDP ഗ്രോത്ത് റേറ്റ് ആണ് നമുക്കുള്ളത്. അതിന് തന്നെ നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ചില സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന്, മാനുഫാക്ചറിങ് അതിന്റെ ഒരു ഗ്രോത്ത് റേറ്റ് അത് വളരെ കൂടിയിട്ടുണ്ട്, വളരെ ഇംപ്രസീവ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അതിനേക്കാളുപരി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം അഗ്രികൾച്ചറൽ ഏരിയ എന്നുള്ള, കാർഷിക രംഗത്തു നിന്നുള്ള ഗ്രോത്ത് റേറ്റ് ആണ് വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു ഗ്രോത്ത് റേറ്റ്. നമ്മൾ സാധാരണ ഇതിൽ അഗ്രികൾച്ചർ ഗ്രോത്ത് റേറ്റ് ഏറ്റവും താഴെ നിൽക്കുന്നതാണ്. 1%, 1.5%, 2% താഴെ നിൽക്കുന്ന റേറ്റ് ആണ്. അതിപ്പോൾ ഏകദേശം 3% മേലെ അഗ്രികൾച്ചർ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നു. പിന്നെ സർവീസ് സെക്ടർ ഓൾവേസ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മേലെ നിന്ന് നിൽക്കുന്ന ഒരു ഇൻഡെക്സ് തന്നെയാണ്. അപ്പോൾ ഇത്തവണ മാനുഫാക്ചറിങ് റേറ്റ് ആണെങ്കിലും അഗ്രികൾച്ചർ റേറ്റ് ആണെങ്കിലും ഇംപ്രൂവ് ചെയ്തു. സർവീസ് സെക്ടർ നേരത്തെ പോലെ തന്നെ അതിന്റെ ആ ഒരു ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് 8.2% വന്നു നിൽക്കുന്ന ഒരു ഗ്രോത്ത് റേറ്റ് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ്. ചൈന അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ ഗ്രോത്ത് റേറ്റിന്റെ അടുത്ത് പോലും വരുന്നില്ല. 4%, 5% താഴെയാണ് നിൽക്കുന്നത്. ഏറ്റവും ഇന്ത്യക്ക് പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ ഗ്രോത്ത് റേറ്റ് ഒക്കെ തന്നെ. അപ്പോൾ 8.2% ഗ്രോത്ത് റേറ്റ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 7% മേലെ ഉള്ള ഒരു ഗ്രോത്ത് റേറ്റ് മാത്രമേ ഒറിജിനൽ എസ്റ്റിമേറ്റിൽ ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ 8.2% ഗ്രോത്ത് റേറ്റ് ഓൾറെഡി നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും 8% അടുത്ത ഒരു ഗ്രോത്ത് റേറ്റ് വരുമെന്ന് തന്നെയാണ് എല്ലാ പഠനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഫോർകാസ്റ്റുകളും കാണിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗ്രോത്ത് റേറ്റ് വളരെ റീസണബിൾ ആയിട്ട് നിൽക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ US ട്രേഡ് താരിഫ് എന്ന് പറയുന്ന വലിയൊരു ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ രാജ്യത്തിന്റെ മേലെ അങ്ങനെ നിൽക്കുകയാണ്. 50% താരിഫ് ചുമത്തിയിരിക്കുന്ന ഒരു ചലഞ്ച് രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷനെയും കൂടെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ടാണ് 8.2% ഗ്രോത്ത് റേറ്റിലേക്ക് ഈ ക്വാർട്ടറിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രോത്ത് റേറ്റ് ഉണ്ടാവണം, രാജ്യത്തിന്റെ വളർച്ചയിലേക്കും കൂടെ ഒരു കണ്ണുണ്ടാവണം,
ശ്രദ്ധയുണ്ടാവണം. അതിനനുസരിച്ചുള്ള പോളിസി ഫ്രെയിംവർക്കിൽ അത് ഫാക്ടർ ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാൻഡേറ്റ് ഉള്ള സാഹചര്യത്തിൽ ആ മാൻഡേറ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിലേക്ക് നോക്കുമ്പോഴും 8% മേലെ തന്നെ GDP റേറ്റ് ക്ലോസ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോഴും മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മുൻപിൽ ഒരു റേറ്റ് കട്ടിനുള്ള ഒരു കമ്പൽഷൻ, അഡീഷണൽ ആയിട്ട് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രേത്ത് റേറ്റിലുള്ള ഒരു കമ്പൽഷൻ ഇപ്പോഴില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. US ട്രേഡ് താരിഫിനെ കൊണ്ട് സാർ ഇപ്പോൾ